ഒന്നുമില്ലമ്മേ. ഈ കെട്ടെന്താടാ? എനിക്കൊന്നുമില്ല. അയ്യോ, ഫ്രാക്ചർ ആയിരിക്കുന്നല്ലോ. അതുകൊണ്ടാ ഞാൻ പറയാറുള്ളത് ഈ പോലീസ് ഉദ്യോഗം വേണ്ടെന്ന്. ഞാൻ ഭയപ്പെട്ടത് ശരിയായി. ചെറിയൊരു ആക്സിഡന്റാ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ദേവാ സർ, ഞാൻ പറഞ്ഞില്ലേ ഇവരെന്നെ സ്നേഹം കൊണ്ടങ്ങ് കൊല്ലുക. ഇതെന്റെ അമ്മ. നമസ്കാരം അമ്മേ. അച്ഛൻ നമസ്കാരം. എന്റെ വൈഫ് സത്യ, മൈ ഡോട്ടർ അഞ്ജലി. ഇതെന്റെ ഫ്രണ്ട് ലിയോ. അച്ഛാ, ഇത് ദേവ, എന്റെ സെക്യൂരിറ്റി ഓഫീസർ. ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ഇപ്പോഴും ടി വി കണ്ടിരിക്കുകയാണോ? പോയി കിടന്നുറങ്ങ് പ്ലീസ് മമ്മി. 5 minutes. ഓൺലി 5 minutes. ദേ, പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? കാഴ്ചയിൽ അയാൾ സെക്യൂരിറ്റി ആയിട്ട് തോന്നുന്നില്ല. സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന പോലുണ്ട്. സത്യ, ദേവന് ഭക്ഷണം കൊടുത്തയച്ചോ? നിങ്ങൾക്കെന്താ, അയാൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? പിന്നെന്തിനാ നിങ്ങൾ അയാളെ കുറിച്ച് ആലോചിക്കുന്നത്? അത്രയ്ക്കൊന്നും വേണ്ട. സത്യ, ഹലോ, ഡ്രൈവിംഗ് അറിയാമോ? ഷൂട്ട് ചെയ്യാൻ അറിയാത്തവൻ തോക്ക് കൊണ്ടു നടക്കാറില്ല. ഡ്രൈവിംഗ് അറിയാത്തവൻ സ്റ്റിയറിംഗും പിടിക്കാറില്ല. മര്യാദയ്ക്ക് അകത്ത് കയറി കുത്തിരിക്കും. തോക്ക് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കാൻ അറിയണം. കേറ്. ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീൻസ് ഊരി പോകില്ല. ഇട്ടിട്ടുണ്ട്. ഞാൻ അതല്ലേ ചോദിച്ചേ, സീറ്റ് ബെൽറ്റ്. ഹലോ, വണ്ടി ഓടിച്ചാ മതി. ബോർഡ് ചെക്കനൊക്കെ എന്നെ പഠിപ്പിക്കാൻ വരും. കൊല്ലാൻ കൊണ്ടുപോകണോ? ഒന്നും പറ്റില്ലല്ലേ? കൈ എവിടെ? മരണം ഇവന്റെ കൈ കൊണ്ട് തന്നെയാന്ന് ഉറപ്പായി. ഇതുകൊണ്ടാ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞ. ഏയ്, ആരാ നീ? ചാവാൻ ഈ വണ്ടിയെ കിട്ടിയോളോ? ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ, വെറുതെ അവളോട് കളിക്കണ്ട. വണ്ടിയിലേക്ക് കയറ്റ്. പേര് ഐഷു, മോളുടെ ഫ്രണ്ടാ. കണ്ടവർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കുന്നത് സ്കൂൾ ബസ്സാ സിറ്റി ബസ്സാ? അവൾ ഈ വണ്ടി തന്നെ വരും. ഇറ്റ്സ് മൈ ഡിസിഷൻ. ലിഫ്റ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ പുറത്തിറങ്ങി ഞാൻ. സീരിയസാ? എന്താടാ ഡൗട്ട് ഉണ്ടാ? ഞാൻ തമാശ ഒന്നും പറയാറില്ല. എന്തേ പേടിച്ചു പോയാ? തമാശ പറഞ്ഞ അപ്പൊ കാര്യമാക്കും. ശാപം. എന്താ മോളെ, അവളെ കേട്ടില്ലെന്ന് പറഞ്ഞ് ദേഷ്യമാ? മനസ്സിന് ഇഷ്ടമുള്ളവരെ കുറിച്ച് വിചാരിച്ചോ? അത് മതി ദേഷ്യം മാറാൻ. അറിയാം എനിക്ക്. അഞ്ജലി, ഹായ്. ചെല്. ചേച്ചി എത്തിക്കഴിഞ്ഞല്ലോ. യെസ് മൈ ഡിയർ. കോളേജിൽ പോണ്ടേ? നിനക്ക് ചോക്ലേറ്റ് കൊണ്ടു തന്നിട്ട് കോളേജിൽ പോവാന്ന് കരുതി. എടുത്തോ. കൊതിക്കല്ലേ? താങ്ക് യു ചേച്ചി. നിങ്ങൾ ലിഫ്റ്റ് തന്നില്ലെങ്കിൽ എനിക്കെന്താ ഇവിടേക്ക് വരാൻ പറ്റില്ലേ? നീ കൊടുത്തില്ലെങ്കിൽ എന്താ? ഇവക്ക് കൊടുക്കാൻ ഒരുപാട് ആമ്പിളേർ ക്യൂ നിൽക്കുവല്ലേ. എന്താ ഒരു പെണ്ണ് ഫോളോ ചെയ്യുന്നോർത്ത് വിഷമിക്കുക? കണ്ണു അടച്ചോണ്ട് ഇഷ്ടമുള്ളവരെ വിചാരിച്ച വിഷമെല്ലാം പോയില്ലേ? സൂപ്പർ ചേച്ചി. ഇതാ ചേച്ചിക്കുള്ള ചോക്ലേറ്റ്. താങ്ക് യു. അഞ്ജലി, ഹായ് മീനു. ഇത് നീ വാ മോളെ, ക്ലാസ് ടൈം ആവുന്നു. ഒരു കാര്യം മറക്കണ്ട, അവൻ ഭൂമി കുഴിച്ചു നടക്കുന്ന ഒരു ഭൂതത്താനാണ്. അവനെ അത്ര പെട്ടെന്ന് ഒതുക്കാൻ കഴിയില്ല. ഐഡിയ. എന്താ? പിശാചിന്റെ വേഷമിട്ട് പേടിപ്പിച്ചല്ലോ. അത് ദേവനെ ശരിക്കറിയാഞ്ഞിട്ടാണ്. അവൻ പിശാചിന്റെ ഗോഡ്ഫാദറാ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മദ്യം കൊണ്ട് കളിച്ചാലോ? നിങ്ങളല്ല ഈ ടൈഗർ. ഡാഡി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡാഡി, ഞാനൊരു ടെസ്റ്റ് ചെയ്തോട്ടെ? ഓക്കെ മോളെ. കണ്ണടിച്ചോണ്ട് സൈൻ ചെയ്ത് തരണം. ഓക്കെ? ചെയ്യാം. ഫസ്റ്റ് ഞാൻ. ഓക്കെ. കൈ കാണിക്ക്. വെരി ഗുഡ്. ഇപ്പൊ ഡാഡി കണ്ണു മുടിക്കോ. ഇപ്പൊ സൈൻ ചെയ്യ്. എവിടെ? ഇവിടെ. നിങ്ങൾ എന്തേ കാണിച്ചേ? അവൾ എന്താ ചെയ്തെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ സത്യ ഇത്? ഇതാണ് അവളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ ഒപ്പിട്ടത്. അവളുടെ മാർക്ക് ഉണ്ടോ? തീരെ കുറവാ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും. സാരമില്ല സർ,
കൊച്ചുകുട്ടിയല്ലേ? ദേ നോക്ക്, ഇത് നമ്മുടെ കുടുംബകാര്യ. സത്യ വെളിയിലുള്ളവർ വെളിയിലുള്ള പണി ചെയ്താൽ മതി. നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. സോറി ദേവ. ഇറ്റ്സ് ഓക്കെ സർ. ഹായ് സ്വീറ്റ് ഹാർട്ട്. നീ എന്നെങ്ങനെ വിളിക്കുമ്പോ എന്റെ ശരീരം ആകെ കോരിത്തരിക്കുക. എനിക്കൊരു സഹായം ചെയ്തു തരുമോ? നിനക്ക് വേണ്ടി ഒരു സഹായമല്ല, എത്ര സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു തവണ അവിടെ ചെന്ന് കുനിഞ്ഞു നിൽക്കുവോ? നിനക്കെന്തോ സൂത്രോപ്പിക്കാനാ? അതെ. എന്താന്ന് വെച്ചാ പറ. പറയില്ല, ചെയ്ത് കാണിക്കാൻ ഞാൻ. ഇവള് എന്താണാവോ ചെയ്യാൻ പോകുന്നത്? ഇവള് തടു ഒടിച്ചു. ഇരുമ്പിന്റെ കാലെന്നാ തോന്നുന്നു. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അപ്പാ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കാറായാ മതിയായിരുന്നു. നിങ്ങൾ എന്തിനാ കഴുകുന്നത് ടൈഗർ സാറേ? കഴുകിയില്ലെങ്കിൽ തെറി നീ കേക്കോ? നീ മതിലിയാടിയല്ലേ വന്നേ? ആണല്ലോ. അതായത് നീ അങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം, നീ അത് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇതും കണ്ടിന്യൂ ചെയ്യാം. അല്ല, നീ എന്തിനാ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? അവൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാവും ഞാൻ. ആഹാ, അവൻ എവിടെയാണെങ്കിലും നീ അന്വേഷിച്ചു പോവോ? ആ ബാത്റൂമിലാണെങ്കിലോ? ക്ലോസറ്റ്. ഡിക്കിയുടെ ഉള്ളിലോ? അപ്പോഴേക്കും വന്നോ? ഞാൻ പഴവിലല്ല, പാവാ. ബോസ് ബോസ്, ഈ കാറ് കഴുകാൻ പറഞ്ഞിട്ട്. ഓഹോ, അതിലാണോ പോകുന്നേ? ആ, അപ്പൊ ചിലര് മതില് ചാടിയത് വെറുതെ ആയി. പുറത്തേക്ക് വാ. ഈ വെണ്ണ വെറുതെ അതിനകത്തിട്ട് ഉരുക്കണ്ട. വാ വാ. ആയിഷു, പണി കിട്ടി. ഡിഷു. ഈ ഫോട്ടോയിലുള്ള സ്ത്രീ അറിയാം? അറിയത്തില്ല സ്വാമി. ഏയ് ദേവ, ഇറങ്ങ. നിന്നോട് തന്നെയാ പറഞ്ഞ ഇറങ്ങാൻ. ഇത്തിരി കൂടെ മര്യാദയ്ക്ക് സംസാരിക്കേ. നീ മിണ്ടരുത്, എനിക്കറിയത്തില്ല. Now keep quiet, okay? എന്താടി? വെറുതെ കളഞ്ഞല്ലോ. കാര്യം പറയുമ്പോ ഇടയ്ക്ക് കയറുന്നോടാ. പാർവതിക്ക് വേണ്ടി അന്ന് ഇങ്ങനെ ദേവദാസ് പൂസായി നടന്നു. എന്റെ ദേവയ്ക്ക് വേണ്ടി പാർവതി കുറച്ചു കുടിച്ചു. അത് കലക്കി മോളെ. അടുത്ത അടി അടിക്കുന്നവരെ നീ മിണ്ടിപ്പോരുത്, കേട്ടല്ലോ. ദേവ, പ്രേമനൈരാശ്യം വന്ന് മദ്യപിക്കുന്നത് എല്ലാം മറക്കാനാ. പ്രേമം കൊണ്ട് പ്രേമം കൊണ്ട് മദ്യപിക്കുന്നത് എന്റെ ഉള്ളിലുള്ളതൊക്കെ പറയാനാ. ഐ ലവ് യു. കൂട്ടിക്കൊണ്ടു പോ. എല്ലാരും എന്നെയാണല്ലോ അടിച്ചു പഠിക്കുന്നത്. അവൻ അടിച്ചപ്പോ നിനക്ക് ഫീലായോ? നിന്നെ ഞാൻ അടിച്ചപ്പോ നിനക്ക് ഫീലായോ? അങ്ങനെ തന്നെ. ദേവ എന്നെ അടിച്ച എനിക്ക് എന്ത് ഫീൽ ആവാനാ?